ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. ഫാമിലിയിൽ എല്ലാവരും തന്നെയാണല്ലോ പങ്കെടുക്കുന്നത്. അപ്പോൾ കുറച്ച് പാടാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. ബട്ട് ഓൾ ലവ് ആൻഡ് ഗുഡ് ലക്ക്. തീർച്ചയായിട്ടും എന്താ പറയുക, ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു വിൻ തന്നെ ആവട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഓൾ ദി ഗുഡ് ലക്ക്. ഇടവേള
ബാബു ചേട്ടൻ ഇപ്പം ഇറങ്ങുവാണ് ആ ഭാരവാഹിത്വത്തിൽ നിന്ന്. അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം ഒരു 5-6 വർഷം അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. പ്രോഗ്രാമിലായാലും മഴവിലായാലും ഒരുപാട് പ്രോഗ്രാമിൽ അദ്ദേഹത്തിന് കോർഡിനേഷൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിടവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ പറഞ്ഞ പോലെ ചെയ്തതെല്ലാം മനോഹരമായിട്ടുള്ള ഷോസും പ്രോഗ്രാംസും ഒക്കെ ആയിരുന്നു ബാബു ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ. ബാബു ചേട്ടൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ തുടർന്നും ആ ഒരു സപ്പോർട്ട് ഹി വിൽ ഡെഫിനറ്റ്ലി ബി ഗിവിങ്. ആർക്കൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് എലിജിബിൾ ആയിട്ട് നിൽക്കുന്ന ആർക്കൊക്കെ ആയാലും അതിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് എപ്പോഴും ബാബു ചേട്ടൻ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ബാബു ചേട്ടൻ ഇവിടെ തന്നെയുണ്ട്. ആൻഡ് പുതിയ ആൾക്കാരെ ജോയിൻ ചെയ്യുന്നവരും എന്താ പറയുക, ബെറ്റർ ചേഞ്ചസ് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള മാറ്റങ്ങൾക്കായിട്ട് അവരും പ്രയത്നിക്കുന്നതായിരിക്കും. ഐ വിൽ ഓൾസോ ബി ദേർ. ലാലേട്ടൻ ഇപ്പോൾ 3-ാം തവണയാണ് ആവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ നമുക്കറിയാം, അദ്ദേഹം അൾട്ടിമേറ്റ് ആണ് എന്നുള്ളത്. എന്നാലും എന്താണ് ലാലേട്ടൻ ഇപ്പോൾ 3-ാം തവണയും ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നപ്പോൾ ഉള്ള ഒരു ഫീലിംഗ്? ലാലേട്ടനെ പറ്റി ഞാൻ എന്താ പറയുക, ഫിനോമിനൽ അല്ലേ എല്ലാ കാര്യത്തിലും. ഞങ്ങളിപ്പോൾ അമ്മ പരിപാടികൾ നടക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇങ്ങനെ ഓടി നടന്ന് എല്ലാ കാര്യത്തിലും ഒന്ന് പറഞ്ഞോട്ടെ അല്ല വൈകിട്ടില്ല, ഇപ്പൊ തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല സമയമുണ്ട്. എല്ലാവരും ചോദിച്ചിട്ട് കൺഫ്യൂഷൻ ഇപ്പൊ ആർക്കും എന്താ വോട്ട് ചെയ്യുക അല്ല. അപ്പൊ പറഞ്ഞ പോലെ ഓൾ ഇൻ ഓൾ ആണല്ലോ ലാലേട്ടൻ. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് ലാലേട്ടൻ. അപ്പോൾ അത് എല്ലാ തവണയും ഇപ്പോൾ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് മാത്രമല്ല എന്ത് ചെയ്താലും അതേപോലെ ആ ഒരു പോസിറ്റിവിറ്റിയും സന്തോഷവും എല്ലാവർക്കും നൽകുമെന്നുള്ള വിശ്വാസം എല്ലാവരും ഉണ്ട്. സോ ഈ ഡെഫിനറ്റ്ലി കണ്ടു. താങ്ക് യു സോ മച്ച്. എന്തായാലും സമയം ലാസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞു. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, ഇന്ത്യാസ് #1 ലാംഗ്വേജ് അക്കാഡമി, നീതൂസ് അക്കാഡമി.